പുള്ളിപ്പുലികൾ വാഴുന്ന മുംബൈയിലെ ഒരു പാൽപ്പാടം. ഹലോ ഗൈസ്, യു ആർ വാച്ചിങ് ടെസു ടോക്സ്. മുംബൈ നഗരത്തിന്റെ നടുവിൽ 3000 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഒരു പാൽ സാമ്രാജ്യം. കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നാം. പക്ഷേ ഇതാണ് അരേ മിൽക്ക് ഡയറി. വെറും ഒരു ഡയറി ഫാം എന്നതിലുപരി പുള്ളിപ്പുലികളും മനുഷ്യരും ഒരുമിച്ച് വസിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത അരേ ഡയറിയുടെ കാണാപ്പുറങ്ങൾ നമുക്കിന്ന് കാണാം. 32ഓളം വലിയ കന്നുകാലി തൊഴുത്തുകളാണ് അരേ കോളനിയിലുള്ളത്. അവിടെ ഓരോ ഫാമിലും 650ഓളം മുറ എരുമകളുമുണ്ട്. വളരെ ചിട്ടയായ രീതിയിലാണ് ഇവിടെ എരുമകളെ പരിപാലിക്കുന്നത്. വെളുപ്പിന് 3:30 തുടങ്ങുന്നു ഇവിടത്തെ പ്രവർത്തനം. പാല് കറക്കുന്നതിന് മുന്നോടിയായി ഇവയെ അടുത്തുള്ള ജലാശയത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കുകയും ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു. എരുമകൾ പുറത്തിറങ്ങുന്ന സമയത്ത് തൊഴുത്തുകൾ വൃത്തിയാക്കി അണുവിമുക്തമാക്കും. അതിനുശേഷം മെഷീൻ ഉപയോഗിച്ചും കൈകൾ കൊണ്ടും പാല് കറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അരേ ഡയറിയിലെ ഫ്രഷ് പാല് ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കറന്നെടുത്ത നല്ല കൊഴുത്ത എരുമ പാല് അടുത്തുള്ള പാൽ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എരുമകളുടെ ആരോഗ്യത്തിന് കൂടുതൽ പാല് കിട്ടുന്നതിനും നല്ല പോഷകാഹാരം നൽകേണ്ടതുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോല്, കപ്പലണ്ടി, പിണ്ണാക്ക്, ജോവർ, ബാജ്ര, ഫോഡർ എന്നിങ്ങനെ പലതും ചേർന്ന മിശ്രിതമാണ് പ്രധാനമായും കൊടുക്കുന്നത്. मैं 4th जनरेशन हूँ. न्यूजीलैंड गवर्नमेंट के से डिज़ाइन लिया हुआ है इसका. बॉम्बे की पब्लिक को दूध अच्छा मिलना चाहिए, उसके लिए डेयरी भी बनी, 2 डेयरी बनी, एक आरी डेयरी, एक मदर डेयरी. मिल्किंग 2 टाइम होता है. जो भी टाइमिंग रहेगा उसके 12 घंटे के बाद वापस मिल्किंग होगा. നമ്മൾ സന്ദർശിച്ച ഡയറി ഫാമിന്റെ ഓണറിന്റെ വാക്കുകളാണ് കേട്ടത്. ഇനി എവിക്കുട്ടൻ എന്തിനൊക്കെ കണ്ടു എന്നറിയാം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം തോന്നുന്ന അരേ ഡയറിയിൽ പാല് മാത്രമല്ല മറ്റ് പാൽ ഉൽപ്പന്നങ്ങളും ലഭിക്കും. തൈര്, ലസ്സി, മസാല മിൽക്ക്, നെയ്യ്, പേട എന്നിവയും അരേ ഡയറി പുറത്തിറക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള പാൽ എത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. യന്ത്രം പോലെ ഓടുന്ന ഈ നഗരത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് ഈ സന്ദർശനം നമ്മളെ പഠിപ്പിക്കും. കോൺക്രീറ്റ് കാടുകൾ നിറഞ്ഞ മുംബൈ നഗരത്തിന്റെ നടുവിൽ ശ്വാസം വിടാൻ ഒരിടം. അതുതന്നെയായിരുന്നു ഞങ്ങൾക്ക് അരേ മിൽക്ക് കോളനിയിലെ ഈ ഡയറി ഫാം. പശുവിന് കച്ചി കൊടുത്തു നിൽക്കുന്ന നേരം കൊണ്ട് അപ്പോൾ തന്നെ കറന്നെടുത്ത നല്ല ശുദ്ധമായ പാൽ കൊണ്ട് തയ്യാറാക്കിയ അടിപൊളി ഒരു ചായയും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ തയ്യാറെടുക്കുന്നത്. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത, നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ചായ തരുന്നത് വളരെ ചെറിയ ഗ്ലാസ്സിലാണ്. അതിനിപ്പോ ഹോട്ടലിലായാലും ചെറിയ ചായക്കടയിലായാലും ഇങ്ങനെ തന്നെ. പക്ഷേ തരുന്ന ചായയുടെ സ്വാദിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല കട്ടിയുള്ള എരുമ പാലില് ഇഞ്ചിയും മസാലയും ചേർത്ത് ചായപ്പൊടി ഇട്ട് ആവശ്യത്തിലേറെ മധുരം ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന ചായ 1 ഔൺസ് കുടിച്ചാൽ തന്നെ അടിപൊളിയാണ്. മുംബൈ സന്ദർശിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവര് അരേ ഡയറി കൂടി ഒന്ന് സന്ദർശിച്ചോളൂ കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സായാഹ്നം അരേ മിൽക്ക് ഡയറിയിൽ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് അവിടെ തന്നെ തൊട്ടടുത്തുള്ള അരേ മിൽക്ക് ഡയറി ഉൽപ്പന്നങ്ങൾ കഴിക്കാനാണ്. ഇവിടെ ശ്രീഖണ്ഡ്, കർവാസ്, പേട, നെയ് എന്നിങ്ങനെ പല പാൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെങ്കിലും നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന ഐറ്റം ട്രൈ ചെയ്യാനാണ്. കേസർ ബാസുന്തിയും മലായ് ലസ്സിയും. ഇതാണ് ഇവിടുത്തെ ഐക്കോണിക് ഐറ്റംസ്. നല്ല കട്ടിയുള്ള പാല് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കി ഏലക്കയും നട്ട്സും കേസറൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മധുര പാനീയമാണ് കേസർ ബാസുന്തി. മുംബൈയുടെ ചൂടിനെ തോൽപ്പിക്കാൻ മലായ് ലസ്സിയേക്കാൾ മികച്ചൊരു പാനീയമില്ലെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. അപ്പോ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇനി വീട്ടിലേക്ക്. അപ്പൊ ശരി, മിണ്ടിമറിഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.